ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ പ്രതികരണ വേദി തുടങ്ങുകയാണ്. നിങ്ങളുടെ വിളികളും പ്രതികരണങ്ങളും ഒക്കെ ആയിട്ട് നിറയുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങാം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ തന്നെയാണ് ഈ പരിപാടിയുടെ ജീവനും ആത്മാവും. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ നിങ്ങളുടെ വിളികൾ വേണം, നിങ്ങളുടെ പ്രതികരണങ്ങൾ വേണം, നിങ്ങളുടെ സന്ദേശങ്ങളൊക്കെ വേണം. അപ്പോൾ നിങ്ങൾക്ക് ഞാനുമായി ബന്ധപ്പെടാനുള്ള നമ്പർ സ്ക്രീനിൽ ആദ്യം കാണിച്ചു തരാം. സ്ക്രീനിൽ ഇപ്പോൾ നിറയുന്ന നമ്പർ ആദ്യം വാട്സപ്പ് നമ്പറാണ്. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ദൃശ്യങ്ങളിലൊക്കെ പങ്കുവയ്ക്കാം, അതുപോലെ സംഭാഷണങ്ങളും പങ്കുവയ്ക്കാം. നമ്പർ ഇതാണ്: 6235968937 6235968937. അതേപോലെ ലാൻഡ് ലൈൻ നമ്പറുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൻ്റെ നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ ഞാനുമായി ബന്ധപ്പെടാം. 0484-230-510. ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെങ്കിൽ, അതെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടിയിൽ നിങ്ങൾക്ക് ഒരു അഭിപ്രായമുണ്ടെങ്കിൽ ഇതൊക്കെ രേഖപ്പെടുത്താൻ തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് വിളിക്കാം. അതേസമയം നിങ്ങൾ വിളിച്ചാലുടൻ, ഡയൽ ചെയ്താലുടൻ കിട്ടിയില്ലെങ്കിൽ പരാതിപ്പെടരുത്. കാര്യം ആയിരക്കണക്കിന് കോളുകൾ ഒരേ സമയം ഈ നമ്പറിലേക്ക് പ്രവഹിക്കുമ്പോൾ ചിലപ്പോൾ ജാമാവാം, ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം, ചിലപ്പോൾ എൻഗേജ് ടോൺ കേൾക്കാം. അപ്പം നിങ്ങൾ ശാന്തമായി സമാധാനമായി പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് എപ്പോഴെങ്കിലും ഒരിക്കൽ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നിങ്ങളുടെയൊക്കെ അനുമതിയോടെ നമ്മൾ തുടങ്ങുകയാണ്. നിങ്ങൾ 24 ചാനൽ യൂട്യൂബിൽ ലോഗിൻ ചെയ്ത് അവിടുത്തെ ചാറ്റ് ബോക്സിൽ, കമൻറ്റ് ബോക്സിൽ പോയി നിങ്ങളുടെ സന്ദേശങ്ങൾ അവിടെ കുറിക്കുക. അപ്പോൾ 24news.com ലോഗിൻ ചെയ്താൽ മതി. ആ സന്ദേശങ്ങൾ അവിടെ കുറിച്ചാൽ ആ സന്ദേശങ്ങളും ഈ പരിപാടിയുടെ ആത്മാവാകും. അപ്പോൾ പരിപാടികളിൽ സന്ദേശങ്ങളും വിളികളും പ്രതികരണങ്ങളും ഒക്കെ വേണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യ സ്റ്റോറിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. തിരുവനന്തപുരം നരുവാമൂടിൽ ഫർണിച്ചർ ഗോഡൌണിൽ വൻ തീപിടുത്തമുണ്ടായി. ഇന്ന് 6 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് തീയണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇപ്പോഴും തീയണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സമീപത്തെ കുളങ്ങളിൽ നിന്ന് വെള്ളം എത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഈ സംഭവ സ്ഥലത്ത് നിന്ന് MG പ്രതീഷ് നമുക്കൊപ്പം ചേരുകയാണ്. പ്രതീഷ്, യഥാർത്ഥത്തിൽ ഇത്ര നേരം കഴിഞ്ഞിട്ടും തീയണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിലാണ് ഈ തീപിടുത്തമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ? തിരുവനന്തപുരത്ത് ഈ അടുത്തുണ്ടായ ഏറ്റവും വലിയ തീപിടുത്തമാണ് നരുവാമൂട്ടിൽ നടന്നത്. അമ്മാനൂർ കോണം ഭാഗത്താണ് ഒരു ഫർണിച്ചർ ഗോഡൌണിന് തീപിടിച്ചത്. 4:10 ഈ തീപിടുത്തം ഉണ്ടായി എന്നതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സമയം 7 മണിയായിട്ടും ഇതുവരെയും ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വലിയ ഒരു ഗോഡൌൺ ആണ്. ഈ ഗോഡൌണിനോട് ചേർന്ന നിരവധി വീടുകളുണ്ട്, നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഒരു പരിശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഉള്ളത്. പക്ഷേ ഒരു തരത്തിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. 12 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇതുവരെ ഈ തീ നിയന്ത്രണ വിധേയമാക്കാനായി ഇവിടെ എത്തിയിട്ടുള്ളത്. ആദ്യം എത്തിയ 6 യൂണിറ്റ് ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചെങ്കിലും വെള്ളം തീർന്നതിനെ തുടർന്ന് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് വരുത്തുകയായിരുന്നു. നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പ്രധാനമായും ഈ സമീപത്തുള്ള വീടുകളിലേക്ക് തീ ആളിപ്പടരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. സമീപത്ത് താമസിക്കുന്ന ആളുകളെയൊക്കെ തന്നെ നേരത്തെ തന്നെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വലിയ ഒരു ഗോഡൌൺ കൂടിയായിരുന്നു. ഈ ഫർണിച്ചർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഈ ഗോഡൌണിൽ നടന്നിരുന്നത്. ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ഈ വീട്ടുകാരോ ഗോഡൌണിലെ തൊഴിലാളികളോ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. സമീപത്തുള്ള പരിസരവാസിയാണ് ഈ തീപിടുത്തം ആദ്യമായി കാണുന്നതും പിന്നീട് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. കാട്ടാക്കടയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് ആദ്യം എത്തിയത്. പിന്നീട് തിരുവനന്തപുരത്ത് നിന്നും നെയ്യാറ്റിൻകരയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി. ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്നും കൂടുതൽ യൂണിറ്റുകൾ എത്തുന്നുണ്ട്. രാത്രിയാണ്, അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് തീ അണയ്ക്കുക കുറച്ച് പ്രയാസകരമാണ്. മാത്രമല്ല, ഈ പെട്ടെന്ന് വലിയ ഫയർ എഞ്ചിനുകൾക്കൊന്നും തന്നെ ഇവിടെ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു പ്രതിസന്ധി നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നേരിടുന്നുണ്ട്. എങ്ങനെ തീപിടുത്തം ഉണ്ടായി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായൊരു വ്യക്തത വന്നിട്ടില്ല. ഈ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഈ തീപിടുത്തം അറിഞ്ഞത് എന്നതാണ് ഗോഡൌൺ ഉടമ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. എന്തായാലും എത്രയും വേഗം തീ നിയന്ത്രണ വിധേയമാക്കി സമീപവാസികളെ ഒക്കെ തന്നെ സുരക്ഷിതരാക്കാൻ കഴിയുമെന്നതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ. അതിനായി കൂടുതൽ യൂണിറ്റുകൾ ഇവിടേക്ക് വിളിപ്പിച്ചിട്ടുമുണ്ട്. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നുമുണ്ട്. SKN.
ഓക്കെ, എം ജി പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ഫർണിച്ചർ ഗോഡൌണിൽ തിരുവനന്തപുരത്ത് നരുവാമൂടിൽ തീപിടുത്തമുണ്ടായി എന്നാണ് വാർത്ത. ഇപ്പോഴും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭാഗ്യവശാൽ ഈ സംഭവ സ്ഥലത്ത് ആളുകൾ ഉണ്ടായില്ല, അതുകൊണ്ട് തന്നെ അപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എത്രയും വേഗം തീ അണയ്ക്കാൻ ഫയർഫോഴ്സിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇപ്പോൾ അരുൺരാജ് കൊല്ലത്തു നിന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. കൊല്ലം പുല്ലൂർ റെയിൽവേ പാതയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. കേരളപുരം റെയിൽവേ ഗേറ്റിന് സമീപം വൈദ്യുതി ലൈൻ തകരാറിലായതാണ് കാരണം. കൊല്ലം പുല്ലൂർ മെമു ട്രെയിൻ ഇപ്പോൾ കേരളപുരത്ത് പിടിച്ചിട്ടിരിക്കുന്നുവെന്നും കൂടി അരുൺരാജ് അറിയിക്കുന്നു. കൊടും ചൂടിനുമേതെ കള്ളക്കടൽ പ്രതിഭാസവും കേരളത്തെ വലയ്ക്കുന്നു. 1.5 മാസത്തിലധികമായി തീരദേശത്ത് തുടരുന്ന ആശങ്ക ഇപ്പോഴും ഒഴിഞ്ഞുപോയിട്ടില്ല. വർദ്ധിക്കുമീതെയുള്ള നെഞ്ചിടിപ്പ് ഇന്നും തുടരുകയാണ്. ഉയർന്ന തിരമാലകൾ തെക്കൻ തീരങ്ങളിൽ വലിയ വില്ലനായി. കലിതുള്ളി വരുന്ന തിരമാലയ്ക്ക് മുന്നിൽ നിസ്സഹായരാകുന്നു തീരദേശവാസികൾ. കൃത്യം 1 മാസം മുൻപ് അപ്രതീക്ഷിതമായി കേരള തീരത്ത് ആഞ്ഞടിച്ച തിരമാലകൾ പൊഴിയൂരും പൂത്തുറയുമടക്കമുള്ള പ്രദേശങ്ങളിൽ നാശം വിതച്ചിരുന്നു. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് വിട്ടുമാറും മുൻപാണ് കള്ളക്കടൽ വീണ്ടും വില്ലനാകുന്നത്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ ജില്ലകളിൽ കടൽ ഇപ്പോഴും പ്രക്ഷുബ്ധമാണ്. കള്ളക്കടൽ പ്രതിഭാസം പൂത്തുറക്കാരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയുണ്ടായ കടലാക്രമണത്തിൽ പൂത്തുറയിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. ചില വീടുകളെ തിരമാലകൾ ഭാഗികമായി തകർത്തു. വീട്ടുപകരണങ്ങൾ നശിപ്പിച്ചു. മുന്നറിയിപ്പുകൾ പാലിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. ഈ ജനലിൻ്റെ താഴെയുള്ള ടൈലോടെ ഇങ്ങനെ അടിച്ച് വെളിയിൽ വന്നു. പുറത്ത് വന്നതാ, റോഡ് വരെ പോയായിരുന്നു. ഇനിയിപ്പോൾ സാധനങ്ങൾ ആർക്കെങ്കിലും വീട്ടിൽ ഏൽപ്പിക്കണം. ഏൽപ്പിച്ചിട്ട് പിന്നെ എന്താണെന്ന് ചെയ്യണം. വേറെ വീടൊന്നും ഇല്ല, നമ്മൾ വീട് പണി നടന്നിട്ടിരിക്കുകയാണ്. വീടുകളിൽ മാത്രമല്ല വെള്ളം കയറിയത്. വീട് കടന്ന് തിരമാല തീരദേശ റോഡിലേക്കും അടിച്ചു. കല്ലും മണ്ണും നിറഞ്ഞ റോഡിലൂടെ ഗതാഗതം ദുസ്സഹമായി. റോഡിനപ്പുറത്തുള്ള കഠിനംകുളം കായലുമായി കടൽ കൂടിച്ചേർന്നേക്കാമെന്ന ഭയത്തിലാണ് മുതലപ്പുഴി മുതൽ അഞ്ചുതെങ്ങ് വരെയുള്ള തീരദേശവാസികൾ. കൊല്ലം, മുണ്ടക്കൽ, വെടിക്കുന്ന്, ഇരവിപുരം, ആലപ്പാട് തുടങ്ങിയിടങ്ങളിലും കടൽക്ഷോഭം രൂക്ഷമായി. മത്സ്യബന്ധന വള്ളങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതിനാലാണ് ലക്ഷങ്ങളുടെ നാശനഷ്ടം ഒഴിവായത്. പിന്നെ കടല് നടു 12 മണി സമയമായപ്പോൾ ഭയങ്കരമായ ശക്തിയായിട്ട് കഴിച്ചു. ഈ വയ്യാത്ത അമ്മ എവിടെ ഓടി ഇറങ്ങും മക്കളെ? തൃശൂർ ജില്ലയിൽ ചന്തക്കടപ്പുറം, അറപ്പക്കടവ്, പുതിയ റോഡ്, പെരിഞ്ഞനം സമിതി ബീച്ച് എന്നിവിടങ്ങളിലാണ് കടലേറ്റമുണ്ടായത്. മുന്നറിയിപ്പ് പ്രകാരം പലരും മാറി താമസിച്ചത് അപകടം ഒഴിവാക്കി. അതേസമയം കേരളത്തിന്റെ തെക്കൻ തീരത്ത് ഇന്ന് അതിതീവ്ര തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. രാത്രി 8 മണിക്ക് ശേഷം മത്സ്യബന്ധനം വേണ്ട എന്നും നിർദ്ദേശമുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതർ നൽകുന്നത്. തെക്കൻ കേരള തീരത്ത് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുരക്ഷാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കേണ്ടത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതേസമയം തങ്ങളുടെ വീടും സാധനങ്ങളും എപ്പോൾ വേണമെങ്കിലും കടലെടുക്കാമെന്ന ആശങ്കയിൽ കഴിയുന്നവർക്ക് എന്താണ് പരിഹാരമാർഗമെന്നതിൽ സർക്കാർ അടിയന്തരമായി ചർച്ചകൾ നടത്തേണ്ടതും അത്യാവശ്യമാണ്. അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. എൻ സുദർശൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നത്, ഈ നാശം വിതയ്ക്കുന്ന ചാനലുകൾ എന്ന് നയിച്ചു പോകുന്നോ അന്നേ കേരളം രക്ഷപ്പെടും. കാരണം ചാനലുകളൊന്നുമില്ലാത്ത കാലത്താണ് കേരളം മതസൗഹാർദ്ദത്തിൽ കഴിഞ്ഞത്. സുദർശനൻ, എന്തായാലും താങ്കളുടെ അഭിപ്രായം താങ്കളുടെ മാത്രമായിരിക്കട്ടെ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമുക്ക് ജനകീയമായ പ്രതികരണ വേദിയാണ് ചാനലുകൾ എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ തൂണും കൂടിയാണ്. അപ്പോൾ ഈ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ സംഭവിക്കാത്തത് ഇങ്ങനെ ചാനലുകൾ കണ്ണും കാതും തുറന്നു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് എന്നുകൂടി നമ്മുടെ പ്രിയപ്പെട്ട സുദർശനന് മനസ്സിലാക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിൽ പല വീടുകളും ഭാഗികമായി തകർന്നുപോയി. വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്കയിലാണ് തീരപ്രദേശവാസികൾ. കാണാൻ നമുക്ക് അവരുടെ ചില പ്രതികരണങ്ങൾ. സ്ഥിരമായിട്ടെന്ന് വെച്ചിരുന്ന ഈ വേലിയേറ്റം വരുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇപ്പം സ്ഥിരമായിട്ട് അങ്ങനെ ഇല്ല. പക്ഷേ ഈ ഹാർബറിൻ്റെ മുട്ട് വന്നതിന് ശേഷമാണ് ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെ വീടുകൾ നഷ്ടപ്പെടാൻ തുടങ്ങിയത്. തീരദേശ മേഖലയിൽ ഒരുപാട് പദ്ധതികളുള്ളതാണ്. ഈ ആളുകളെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങളും പോലും ചെയ്തിട്ടില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ വരുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. അവർ കൊടുക്കുന്ന റിപ്പോർട്ടുകളൊന്നും സർക്കാരിന് കൃത്യമായി കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇവിടെ എന്ന് വെച്ചാൽ ആരും വന്ന് ഇവിടെ ഒരു മനുഷ്യരിതിന് ഇവിടെ രാഷ്ട്രീയമല്ല വലുത്. ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ എല്ലാവരും വന്ന് നമ്മുടെ ഈ വീടുകൾ കംപ്ലീറ്റും പോയിട്ടുണ്ട്. ആ വീടിന് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുക, അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തണം. ഇവിടെ അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ തിരമാല തന്നെ വീണ്ടും വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെല്ലാനം പിന്നെ താന്നി
ഈ ഭാഗങ്ങളിലൊക്കെ പുലിമുട്ട് ആദ്യം ഇവിടെ ഇട്ടു. ഒരു ഏകദേശം പുലിമുട്ടിട്ടിട്ട് അതിൻ്റെ പുറത്ത് സീബാൾ അടിച്ചിട്ടു. അപ്പോഴത്തേക്കാണ് ധീരം വരാനുള്ള സാധ്യത. അല്ലാതെ നമുക്കിപ്പോൾ പുനരപ്പൊഴിയിൽ അങ്ങനെ ഈ ധീരം വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇവിടം കുഴിഞ്ഞു പോവേ ഉള്ളൂ. റോഡിൻ്റെ ഇപ്പുറത്തോട്ട് കയറി അങ്ങോട്ട് കായലോട്ട് പോവുകയാണ് വെള്ളം. അപ്പം നമുക്ക് അങ്ങനെ നമ്മൾ എവിടെ പോയി നമ്മുടെ കൊച്ചുമക്കളൊക്കെ ജീവിക്കണോ? നമ്മൾ രാത്രി 9 മണി വരെയും ഇവിടെ ഇരുന്ന് ആ സമയത്ത് വെള്ളം വീട്ടിൻ്റെ മേലിൽ കൂടെ വന്നുകൊണ്ടിരിക്കണം. രാത്രി 10:30 മണിയോടുകൂടി മോനെ അപ്പുറത്തെ റൂം ഇടിഞ്ഞ് മാറി. അമ്മ അപ്പുറത്ത് നിന്നപ്പോൾ അമ്മയ്ക്ക് 2 തിര വന്നടിച്ച് അപ്പുറത്തായിരുന്നു ഞാൻ പോയനെ. കടൽ വരാനുള്ള അവസരം എപ്പോഴെന്ന് പറഞ്ഞാൽ വലിയ കർക്കിടത്തിലാണ്. അപ്പം ഇപ്പം ഉടനെ വന്നുകൊണ്ടിരിക്കുകയാണ് കടലിൽ. നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടേണ്ടത് ആരാണ്? പോലീസാണ്. പക്ഷേ പോലീസ് തന്നെ പ്രശ്നത്തിലായാലോ? 30 കൊല്ലമായി വാടക കെട്ടിടത്തിൽ പരിതാപകരമായ അവസ്ഥയിൽ കഴിയുകയാണ് കോഴിക്കോട് ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. സ്വന്തം കെട്ടിടത്തിന് 1 വർഷം മുമ്പ് നിർമ്മാണം തുടങ്ങിയെങ്കിലും പണി പൂർത്തിയാകാത്തതിനാൽ സ്റ്റേഷൻ വാടക കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യമില്ല. നാലു മാസം കൊണ്ട് പുതിയ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയാക്കാം എന്ന കരാറിൽ കമ്പനി 1 വർഷം മുമ്പ് പോർട്ട് വളപ്പിൽ സ്റ്റേഷൻ നിർമ്മാണം തുടങ്ങി. എന്നാൽ നിർമ്മാണ കമ്പനി എസ്റ്റിമേറ്റ് പുതുക്കണമെന്നാവശ്യപ്പെട്ട് തർക്കമായി. ഒടുവിൽ നിർമ്മാണം മുടങ്ങിയതോടെ സ്റ്റേഷൻ നിർമ്മാണം പോലീസ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഏൽപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. സർക്കാരിൽ നിന്നും പുതുക്കിയ എസ്റ്റിമേറ്റിനുള്ള അനുമതി ലഭിക്കാതായതോടെ പോലീസ് ഹൗസിംഗ് സൊസൈറ്റിക്ക് സ്റ്റേഷൻ നിർമ്മാണം ഇതുവരെ ആരംഭിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ സ്റ്റേഷന്റെ പണി നടക്കാതെ കാട് മൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഈ പ്രദേശത്ത് നിരന്തരം തൊഴിലാളികളും അന്യോന്യം പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് ഇതായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളും തലവേദനകളും നാട്ടുകാർക്കും പോലീസിനും ഉണ്ട്. എന്നാൽ ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ട രൂപത്തിലുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ബേപ്പൂരിൽ ഇന്നും ഇല്ല. ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേപ്പൂർ പോർട്ടിൻ്റെ ഒരു ബിൽഡിങ്ങിലായിരുന്നു നേരത്തെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായത്. അതിൻ്റെ ശോചനീയാവസ്ഥയും പോലീസുകാരെക്കാൾ കൂടുതൽ എണ്ണത്തിൽ പാമ്പും തേളും ബിൽഡിങ്ങിൻ്റെ അകത്തുണ്ടായി അവർക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവിടുന്ന് ഒരു വാടക കെട്ടിടം അന്വേഷിച്ച് ഇതിലേക്ക് മാറിയത്. എന്തുകൊണ്ടും ബേപ്പൂരിന് സ്വന്തമായ ബിൽഡിങ്ങുള്ള സൗകര്യമുള്ളൊരു പോലീസ് സ്റ്റേഷൻ ആവശ്യമാണ്. ആ കാര്യത്തിൽ ഭരണകർത്താക്കൾ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇത് നാടിൻ്റെ ആവശ്യമാണ്. ഇരുമ്പ് തൂണുകൾ ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുകയാണ് 4 വനിതകൾ ഉൾപ്പെടെയുള്ള 42 പോലീസ് ഉദ്യോഗസ്ഥർ. പരാതിയുമായി വരുന്ന പൊതുജനങ്ങൾക്ക് നിലവിലെ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യം പോലുമില്ല. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നിലച്ച മട്ടാണ്. ഈ പരിതാപകരമായ അവസ്ഥയിൽ എത്ര കാലം കഴിയേണ്ടി വരുമെന്നാണ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. നാട്ടിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നേടുന്ന പോലീസ് സ്റ്റേഷൻ്റെ അവസ്ഥ തന്നെ ഇങ്ങനെയായാൽ എന്ത് ചെയ്യുമെന്നാണ് നാട്ടുകാർ നിസ്സഹായരായി ചോദിക്കുന്നത്. കാണാം നാട്ടുകാരുടെ ഇക്കാര്യത്തിലെ ചില പ്രതികരണങ്ങൾ. സ്ത്രീകളടക്കമുള്ള പരാതിക്കാർ വന്നാൽ ചെന്നിരിക്കാൻ പറയാനുള്ള ഒരു സൗകര്യമില്ല. പിന്നെ ബാത്റൂമിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. റിയാസിനെ പോലത്തെ ഒരു വലിയൊരു മന്ത്രി, അദ്ദേഹത്തിൻ്റെ കൂടെ സ്ഥലമാണ്, അദ്ദേഹം MLA ആയിരിക്കുന്ന സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മ കൂടിയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പോലീസ് സ്റ്റേഷൻ നീതി കിട്ടാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ ഒരു സ്ഥിര സംവിധാനത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. പകുതിയിൽ നിർത്തിപ്പോയതിന് ശേഷം പിന്നെ അവർക്കത് അനുവദിച്ച ഫണ്ട്, പാസ്സാക്കിയ ഫണ്ട് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതും അത് നിർത്തിപ്പോയതിന് ശേഷം ഇപ്പോൾ ഒരു വർക്കും നടക്കുന്നില്ല. എടുത്ത പണിയിൽ മുഴുവൻ അവിടെ ഒരു കാട് പിടിച്ച് ആണ് കിടക്കുന്നത്. വളരെ ദയനീയമായ ഈ പോലീസ് സ്റ്റേഷൻ്റെ അവസ്ഥ ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഒരു സൗകര്യങ്ങളുമില്ല. വനിതാ പോലീസുകാരടക്കമുള്ള പോലീസുകാരവിടെ ഉണ്ട്. അവർക്കൊരു ബാത്റൂം സൗകര്യം നന്നായിട്ടില്ല. പിന്നെ ബേപ്പൂർ പോലത്തെ ഒരു പ്രദേശത്ത് ഭൂപ്രദേശം ചെറുതാണെങ്കിൽ കൂടി ഒരുപാട് വലിയ വലിയ കേസുകൾ വരുന്ന ഒരു വലിയ സ്റ്റേഷനാണിത്. ബേപ്പൂർ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് കുറേ ഒരു 10-25 കൊല്ലം മുമ്പാണ് ഒരു പീഠമുറിയിലാണ് ഇവിടെ പോലീസ് സ്റ്റേഷൻ വന്നത്. അതിൻ്റെ ശേഷം ഒരു വീടായി. അതിൻ്റെ ശേഷമാണ് ഇവിടെ ഇവിടെ ഒരു സ്റ്റേഷൻ വന്നത്. ഒക്കെ ഒന്ന് സ്റ്റേഷൻ്റെ പരിധിയിൽ വെച്ചിട്ട് കുറേ ആളുകളും കുറേ മത്സ്യത്തൊഴിലാളികളും കുറേ പ്രശ്നങ്ങളുള്ള ഏരിയയാണ് നമ്മളെ ബേപ്പൂർ സംബന്ധിച്ചിടത്തോളം. ഈ ബേപ്പൂർ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പോലീസ് സ്റ്റേഷനും നല്ലൊരു ആവശ്യമുള്ളൊരു സ്ഥലത്ത് ചെറിയൊരു പരിധിയിലുള്ള മാത്രം പോലീസ് സ്റ്റേഷനും മാത്രം പോരാന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ സുരേഷ് ഒരു വിവരം അറിയിക്കുന്നു. താമരശ്ശേരി ചുരത്തിൽ വീണ്ടും വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണ്. ഇപ്പോൾ ചുരം 6-ാം വളവിനും 7-ാം വളവിനും ഇടയിൽ ടൂറിസ്റ്റ് ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ്. ഇപ്പോൾ ലക്കിടി ഗേറ്റ് വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. അതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കണം. മറ്റൊരു സ്റ്റോറിയിലേക്ക്. തിരുവനന്തപുരം ധനുവച്ചപുരം റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന യാത്രക്കാരുടെ ദുരിതം
തീരുന്നില്ല, അതിനൊരു അവസാനമില്ല. പ്രതിദിനം നൂറുകണക്കിന് യാത്രക്കാരെത്തുന്ന സ്റ്റേഷനിൽ കഴിഞ്ഞ 10 മാസത്തിനിടെ 2 പേരാണ് അപകടത്തിൽ മരിച്ചത്. അടിസ്ഥാന സൗകര്യമോ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്തതുകൊണ്ട് യാത്രക്കാർ വല്ലാത്ത പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ 10 മാസത്തിനിടെ തിരുവനന്തപുരം ധനുവച്ചപുരം റെയിൽവേ സ്റ്റേഷനിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചത് 2 പേരാണ്. മതിയായ സുരക്ഷയില്ലാത്തതും അടിസ്ഥാന സൗകര്യങ്ങൾ തീരെയില്ലാത്തതുമാണ് ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. തിരുവനന്തപുരം ധനുവച്ചപുരം റെയിൽവേ സ്റ്റേഷന്റെ ഈ ദുരിതം എന്ന് തീരുമെന്നാണ് യാത്രക്കാരും ചോദിക്കുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 28-ന് ധനുവച്ചപുരം സ്റ്റേഷനിൽ ട്രെയിൻ കയറുന്നതിനിടെ മരിച്ച പാറശാല പരശുവയ്ക്കൽ സ്വദേശി ഷീബയാണ് അവസാനത്തെ ഇര. തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷാ സംവിധാനങ്ങൾക്ക് പോലും ജീവനക്കാർ ഇല്ലാത്തതാണ് ദുരന്തങ്ങൾ ആവർത്തിക്കാൻ കാരണം. ദേശീയപാതയോട് ചേർന്ന 50 വർഷം പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല. അവഗണനയുടെ അങ്ങേറ്റത്തെ ദുരിതം പേർന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ധനുവച്ചപുരം റെയിൽവേ സ്റ്റേഷൻ. അങ്ങ് വെള്ളട മുതൽ ഉള്ള ആളുകൾ, അതുപോലെ തന്നെ പ്ലാത്താങ്കര, പൊഴിയൂർ മേഖല ഉൾപ്പെടെയുള്ള യാത്രക്കാർ ആശ്രയിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ധനുവച്ചപുരം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോയ്ലറ്റെല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയാണ്, കുടിവെള്ളമില്ല, ശരിക്ക് യഥാർത്ഥം പറഞ്ഞാൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ലൈറ്റില്ല. പിന്നെ 2 കോടി രൂപ അനുവദിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു ടിക്കറ്റ് കൗണ്ടറും ഒരു റെസ്റ്റ് റൂമും നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച് പ്രവർത്തനം നടത്തിയാണ്. നാളെ ഇതുവരെ തുറന്നു കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. വെള്ളമില്ലാത്തത് കാരണം ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച ടോയ്ലറ്റുകൾ തുറന്നു കൊടുത്തിട്ടില്ല. മെഡിക്കൽ കോളേജ്, സ്കൂൾ, കോളേജ്, ITഐകൾ അടക്കം ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തുന്ന ജീവനക്കാരെയും വിദ്യാർത്ഥികളെയുമാണ് ഈ ദുരവസ്ഥ സാരമായി ബാധിക്കുന്നത്. ട്രെയിനുകൾക്ക് സ്റ്റോപ്പും സുരക്ഷയില്ലാത്തതും കാരണം ധനുവച്ചപുരത്ത് ഇറങ്ങേണ്ട ജനങ്ങൾ കിലോമീറ്ററുകൾ അകലെയുള്ള സ്റ്റോപ്പുകളിൽ ഇറങ്ങിയാണ് ജോലിസ്ഥലങ്ങളിലെത്തുന്നത്. നേരത്തെ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ പലതും കടലാസിലൊതുങ്ങിയെന്നും യാത്രക്കാർ പറയുന്നു. 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നിരവധി യാത്രക്കാരെത്തുന്ന ഈ ധനുവച്ചപുരം സ്റ്റേഷനിൽ അത്യാവശ്യമായി വേണ്ട ചില അടിസ്ഥാന സൗകര്യങ്ങളില്ല. അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത്. യാത്രക്കാരുടെ പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു. ടിക്കറ്റ് കൗണ്ടർ അത് 40 വർഷത്തിൽ കൂടുതലായി ഈ തകര ഷെഡിലാണ് ഈ ടിക്കറ്റ് കൗണ്ടർ പ്രവർത്തിക്കുന്നത്. ഇതുവരെയും ഒരു വികസനവും ഒന്നും വന്നിട്ടില്ല. പിന്നെ അവിടുത്തെ ടോയ്ലറ്റുകൾ ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത വളരെ ദയനീയമായ അവസ്ഥയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഉണ്ടായിരുന്ന ബാംഗ്ലൂർ ഐലൻഡ് എക്സ്പ്രസ്, പിന്നെ അതുപോലെ മധുര ട്രെയിൻ, അതും ഒരുപാട് പേര് ആശ്രയിക്കുന്നതാണ് നമ്മളിവിടെ. അതിനും ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പില്ല. 2 മാസത്തോളമായി നിർത്തലാക്കിയിട്ട്. വൈകുന്നേരം ആയ പിന്നെ ഈ പ്ലാറ്റ്ഫോമിൽ ഒരു ലൈറ്റും കത്തുകയില്ല. ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമാണ്. യാത്രക്കാർക്ക് തന്നെ ഇവിടെ വന്നിരുന്ന് യാത്ര ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അതുപോലെ ലഹരി മാഫിയ സംഘങ്ങൾ തന്നെ ഇവിടെ കയ്യേറിയിരിക്കുകയാണ്. അതുമാത്രമല്ല പോലീസുകാർ ഇവിടെ യാതൊരു പരിശോധന ഇവിടെ നടത്തുന്നുമില്ല. ഇവിടെ ലൈറ്റ് ഫെസിലിറ്റീസ് അത് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ പാസഞ്ചേഴ്സിന് മതിയായ സൗകര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അങ്ങനെ വെളിച്ചം എന്ന് പറയുന്നത് ഏറ്റവും ഒരു മെയിൻ ഫാക്ടറാണ്. പക്ഷേ ഈ വെളിച്ചം ഇല്ലാണ്ട് വരുമ്പോഴത്തേക്കും അവർക്ക് മതിയായ ഒരു സുരക്ഷിതത്വം ഇല്ല. ഇവിടെ അധികം ട്രെയിനുകൾ നിർത്തിക്കൊണ്ടുവന്നത് താൽക്കാലികമായി കൊറോണ കഴിഞ്ഞോടും കൂടി നിർത്തിയത്. അത് രണ്ടാമത് ഇവിടെ തുടർച്ചയായി അനുവദിച്ചാൽ വളരെ നന്നായിരുന്നു. തിരുവനന്തപുരത്തേക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 4:30 ഈ പാസഞ്ചർ ട്രെയിനേ ഉള്ളൂ. ഇടയ്ക്കുണ്ടായിരുന്ന ട്രെയിനും കൂടി ഇല്ലാതായി. അപ്പോൾ ഈ തിരുവനന്തപുരം നാറുവ റോഡിൽ ഈ NH അടുത്ത സ്റ്റേഷനാണിത്. അപ്പോൾ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത് ഈ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ പാസഞ്ചർ ട്രെയിനുകളെങ്കിലും നിർത്തിയാലേ ആളുകൾക്ക് ഉപയോഗമുണ്ട്. ഇവിടെ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ആ ടൈം കഴിയുമ്പോൾ ട്രെയിൻ എടുത്ത് അങ്ങ് കളയും. ആ മിനിമം ടൈമിന് പോലും ട്രെയിൻ ഇവിടെ ഇട്ടിരിക്കില്ല. ഇപ്പോൾ ഒരു വാർത്ത വരുന്നു. IPL പഞ്ചാബ് കിങ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 28 റൺസിൻ്റെ തകർപ്പൻ വിജയം. 168 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്തിയ പഞ്ചാബിൻ്റെ ഇന്നിങ്സ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 139 റൺസിൽ അവസാനിച്ചു. രവീന്ദ്ര ജഡേജയ്ക്ക് 3 വിക്കറ്റ് ലഭിച്ചു. മറ്റൊരു വാർത്തയിലേക്ക്. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത കുരുക്ക്. ചുരം 6-ാം വളവിനും 7-ാം വളവിനും ഇടയിൽ ടൂറിസ്റ്റ് ബസ് ബ്രേക്ക് ഡൗൺ ആയതാണ് ഗതാഗത കുരുക്കിൻ്റെ കാരണം. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന്. രാഹുൽ, വിശദാംശങ്ങൾ. അതുപോലെ വലിയ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ താമരശ്ശേരി ചുരത്തിൽ അനുഭവപ്പെടുന്നത്. എന്താണ് വിശദാംശങ്ങൾ?
SKN കോഴിക്കോട് നിന്നും പോയ ചുരം കയറുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സാണ് 6-ാം വളവിനും 7-ാം വളവിനും ഇടയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ളത്. ഇന്ന് വൈകിട്ടോടു കൂടിയായിരുന്നു ഈ ബസ് ചുരത്തിൽ അകപ്പെടുന്നത്. ഈ സമയം വരെയും ബസ്സിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതോടെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം, ഏതാണ്ട് ചുരം 6-ാം വളവ് മുതൽ ലക്കിടി ഗേറ്റ് വരെ ഈ ഗതാഗത കുരുക്ക് നീളുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ നമ്മളൊപ്പമുള്ള സോനു പകർത്തിയ ദൃശ്യങ്ങളാണ്, ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് ഞായറാഴ്ച ദിവസം കൂടി ആയതിനാൽ ആളുകൾ ടൂർ പോകുന്ന ഉൾപ്പെടെ തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് വലിയ തിരക്കാണ് ചുരത്തിൽ സാധാരണ അനുഭവപ്പെടാറ്. ഇപ്പോൾ ഈ ബസ് കേടായതോടെ ഈ തിരക്ക് വർദ്ധിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ബസ്സിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്. ഒരാളിൻ്റെ ഒരു വാട്സപ്പ് സന്ദേശമാണ്. അദ്ദേഹം പറഞ്ഞത് മെയ് 5 കുഞ്ചൻ നമ്പ്യാരുടെ ഓർമ്മദിനമായിരുന്നു. ആരും ഓർത്തില്ല. ഈ നർമ്മകവി അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയും തിരിഞ്ഞു നോക്കിയില്ല. കുഞ്ചൻ നമ്പ്യാരെ പുരസ്കാരം പ്രഖ്യാപിച്ചാൽ ആരോട് പറയുമെന്നാണ് മണലൂർ ഗോപിനാഥ് ചോദിക്കുന്നത്. ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിൽ നമ്മൾ വിശദമായി, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ ലക്കിടിയിൽ നിന്ന് നമ്മൾ ഒരു തത്സമയ സംപ്രേഷണം ഉണ്ടായിരുന്നു. അതുപോലെ വൈകുന്നേരം 4 മണിക്കും ഇതിനെക്കുറിച്ചൊരു പരിപാടി നമ്മൾ സംപ്രേഷണം ചെയ്തു. നിഖിൽ പ്രമേഷിൻ്റെ പ്രത്യേക സ്റ്റോറി തത്സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആരും ഓർത്തില്ല എന്ന് താങ്കൾ പറയുന്നത് അടിസ്ഥാനപരമായി ശരിയല്ല എന്ന് മനസ്സിലായല്ലോ. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പൊതുജനം കഴുതയല്ല സർ എന്ന പരിപാടി തുടരുകയാണ്. ഇപ്പോൾ ഇബിൻ ജോസ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. കൊച്ചി കാലടി യോർദനാപുരം വല്യാട്ടും ചിറയിൽ കുളിക്കാനിറങ്ങിയൊരു യുവാവ് മുങ്ങി മരിച്ചു എന്ന സങ്കടകരമായ വാർത്തയാണ് ഇബിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇടുക്കി സ്വദേശി ജിഷ്ണുവാണ് മരിച്ചത്. ജിഷ്ണുവിന് 28 വയസ്സ് പ്രായമുണ്ടായിരുന്നു. കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയതാണ്. അല്പം മുമ്പാണ് കല്ലടയാറ്റിൽ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ച വാർത്ത വന്നതേയുള്ളൂ. എനിക്കറിയില്ല എന്താണ് നമ്മുടെ ആളുകൾക്ക് സംഭവിക്കുന്നത്. കല്ലടയാറ്റിലാണെങ്കിൽ ഇപ്പോൾ വളരെ ജലക്ഷാമമാണ്. പല സ്ഥലങ്ങളിലും വെള്ളമില്ല. അങ്ങനെയുള്ള സ്ഥലത്ത്, ഒഴുക്കുള്ള സ്ഥലത്ത് പോയി കുളിക്കാനിറങ്ങുക. അവിടെ മഞ്ചള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് തോന്നി സംഭവിച്ചത്. അപ്പോൾ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റായിട്ട് മറ്റൊരു മുങ്ങി മരണത്തിൻ്റെ വാർത്ത കൂടി കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വരുന്നു. എന്തായാലും ഈ ചൂട് സമയത്ത് ആളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുളിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് മനസ്സിലാകും. പക്ഷേ നിങ്ങൾ ഒഴുക്കുള്ളതും അടിയൊഴുക്കുള്ളതുമായ സ്ഥലങ്ങൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കോട് ഇപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ കർണാടകത്തിൽ ലൈംഗിക അതിക്രമ പരാതിയുമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത HT ദേവണ്ണയെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ബംഗളൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുന്നു. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അദ്ദേഹത്തിനെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ്. അദ്ദേഹം അല്പനിമിഷങ്ങൾക്കകം അദ്ദേഹത്തെ പോലീസ് പുറത്തു കൊണ്ടുവരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് അരുൺ പൂപ്പറമ്പ അവിടെ സംഭവിക്കുന്നത്? ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? SKN കർണാടക രാഷ്ട്രീയത്തിലെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് ഇനി 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനിടെയാണ് കർണാടകയിലെ JDSന്റെ പ്രധാനപ്പെട്ട നേതാവ് HD രേവണ്ണയെ ഇന്നലെ പോലീസ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ലൈംഗിക അതിക്രമ കേസിലാണ് HD രേവണ്ണയെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഇന്ന് ഒരു പകൽ മുഴുവൻ രേവണ്ണയെ ചോദ്യം ചെയ്തു. ഇപ്പോൾ ഈ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ്. അല്പസമയത്തിനകം എന്താകും ഇതിലെ വിധി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ റിമാൻഡിൽ ആയി ജയിലിലേക്ക് രേവണ്ണ പോകേണ്ടി വരും. മറ്റൊരു സാധ്യത, കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ കസ്റ്റഡിയിൽ വിട്ടുകഴിഞ്ഞാൽ കൂടുതൽ വിശദമായി പോലീസിനെ ചോദ്യം ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ വേണ്ടിയാണ് കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്. അല്പനിമിഷത്തിനകം എന്താണ് മജിസ്ട്രേറ്റ് വിധിക്കുന്നതെന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുന്നിലാണ്. വസതിയിൽ ഇപ്പോൾ ജാമ്യാപേക്ഷ, അതായത് രേവണ്ണയുടെ അഭിഭാഷകൻ ജാമ്യാപേക്ഷ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അതിൽ വാദം ഇരുഭാഗങ്ങളുടെയും വാദം കേൾക്കുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം അതിൽ വിധി പറയും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടക രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. കാരണം ഇത്ര വലിയൊരു കേസ്, ഇത്ര വിവാദമായൊരു കേസ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുണ്ടാകുന്നു. ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന രീതിയിലുള്ള രാഷ്ട്രീയ സൂചനകൾ, വിലയിരുത്തലുകൾ വരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന 14 മണ്ഡലങ്ങളിലാണ് ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ളത്. ആ 14 മണ്ഡലങ്ങളിൽ ഈ കേസ് കൊണ്ട് എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായാൽ കർണാടകയിൽ BJP JDS സഖ്യത്തിന്റെ ഭാവി പോലും ചോദ്യചിഹ്നത്തിലാകും. അത്തരത്തിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് പോകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ
വൈദ്യപരിശോധനക്കും പ്രാഥമിക ചോദ്യം ചെയ്യലിനും വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റ് മുന്നിൽ രേവണ്ണയെ ഹാജരാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം എന്താണ് ജഡ്ജി വിധിക്കുന്നതെന്ന കാര്യത്തിൽ നമുക്ക് വിവരങ്ങൾ ലഭിക്കും. പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നതാണ് അന്വേഷണ സംഘം നൽകിയിട്ടുള്ളത്. അതായത് 2 കേസുകളുണ്ട്. മൈസൂരു സ്വദേശിയായിട്ടുള്ള പീഡനത്തിനിരയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയ ഒരു കേസ്, അതോടൊപ്പം തന്നെ വീട്ടുജോലിക്കാരിയായ യുവതിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസ്. ഈ 2 കേസുകളുണ്ട്. 2 കേസുകളും ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. നോൺ ബെയിലബിൾ വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പുകളാണ്. സ്വാഭാവികമായും റിമാൻഡ് എന്ന അല്ലെങ്കിൽ ജയിലിലേക്ക് എന്ന സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഒരുപക്ഷെ വിശദമായി ചോദ്യം ചെയ്യണം, ഇതിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് എന്ന പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ വാദം അംഗീകരിച്ച് കസ്റ്റഡിയിൽ വിടാനുള്ള സാധ്യതയുമുണ്ട്. അല്പസമയത്തിനകം നമുക്ക് അതിലൊരു വ്യക്തത വരും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിധി എന്തായാലും അത് കർണാടക രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമായിരിക്കും. എസ്. ഓക്കെ, താങ്ക് യു. കർണാടകത്തിൽ ബംഗളൂരു നഗരത്തിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത് അരുൺ പൂപ്പറമ്പയാണ്. അല്പസമയത്തിനകം നമുക്ക് ഈ കാര്യം അറിയാം. ഇച്ചിരി ഇത് രേവണ്ണ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്താണ് മജിസ്ട്രേറ്റ് തീരുമാനമെടുക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയും. CM ഗോപി വരുന്നത് എന്നെ SKN കുഞ്ഞൻ നമ്പ്യാരുടെ ജന്മസ്ഥലം ലക്കിടി എന്നാണെന്ന് പ്രവാസികളായ എൻ്റെ കുട്ടികൾക്ക് പോലും അറിയാം. SKN ലൈവിൽ വിക്കി വേർക്കുന്നു എന്നാണ് പറയുന്നത്. ഗോപി, ഇത് പലപ്പോഴും നമ്മൾ ഇതിൽ കാണുന്ന ചില ഉത്തരങ്ങളൊക്കെ നമ്മൾ ഓഫ് ഹാൻഡ് പറയുന്നതാണ്. അപ്പോൾ ചിലപ്പം ഒരു കാര്യം പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി ആലോചിച്ച് മാത്രമായിരിക്കും ലൈവിൽ നമ്മൾ സംസാരിക്കുക. വാവിട്ട വാക്കെന്നറിയില്ലേ. ലക്കിടിയിലെ കലക്കത്ത് ഭവനത്തിലാണ് കുഞ്ഞൻ നമ്പ്യാരുടെ ജന്മസ്ഥലം. അത് വളരെ വിശദമായി നമ്മൾ മോർണിംഗ് ഷോയിൽ പറയുകയും ചെയ്തു. പ്രത്യേകിച്ചും തുള്ളൽ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ഞൻ നമ്പ്യാരുടെ ലക്കിടിയിലെ ജന്മസ്ഥലമൊന്നും നമ്മുടെ മലയാളികൾ ആരും മറന്നുപോകാൻ സാധ്യതയില്ല. താങ്കളുടെ പ്രവാസികളായ കുട്ടികൾക്ക് ഇതെല്ലാം കാണാപ്പാടമാണെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷം. ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. കോഴിക്കോട് കൊയിലാണ്ടി പുറംകടലിൽ ഇറാനിയൻ ബോട്ട് കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്തു. കന്യാകുമാരി സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികൾ ബോട്ടിലുണ്ടെന്നാണ് രാഹുൽ സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. പറയൂ രാഹുൽ സുരേഷ്, വിശദാംശങ്ങൾ. SKN ഇന്ന് വൈകിട്ടാണ് കൊയിലാണ്ടിയിൽ നിന്നും 20 നോട്ടിക്കൽ മൈൽ അകലെ ഈ ഇറാനിയൻ ബോട്ട് കണ്ടെത്തുന്നത്. തുടർന്ന് കോസ്റ്റ് ഗാർഡ് അവിടെ എത്തിയ ശേഷം ബോട്ട് കസ്റ്റഡിയിൽ എടുക്കുകയും ഈ ബോട്ടിലുള്ളവരെ ചോദ്യം ചെയ്യുകയുമായിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കന്യാകുമാരി സ്വദേശികളായ 6 മത്സ്യബന്ധന തൊഴിലാളികളാണ് ഈ ബോട്ടിലുള്ളത്. ഇവർ കുറെ കാലമായി ഇറാനിൽ ജോലി ചെയ്യുകയായിരുന്നു, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുകയായിരുന്നു. പക്ഷെ അവർക്ക് അവിടെ ശമ്പളം കിട്ടുന്നില്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ ശമ്പളം കിട്ടാതെ വന്നതോടെ ഈ ബോട്ടുമായി അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദിശ മാറി ഈ കൊയിലാണ്ടിക്ക് സമീപമുള്ള പ്രദേശത്ത് എത്തുന്നത്. കൊച്ചിയിൽ നിന്നുള്ള കോസ്റ്റ് ഗാർഡ് സംഘമാണ് നിലവിൽ ഈ ബോട്ടും മത്സ്യബന്ധന തൊഴിലാളികളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവരെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേവിയുടെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും ഔദ്യോഗിക പത്രക്കുറിപ്പും ഉടൻ തന്നെ പുറത്തു വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റ് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടില്ല. ഇറാനിൽ നിന്നും രക്ഷ തേടുന്നതിന്റെ ഭാഗമായി അവർ അവിടെ നിന്നും ബോട്ടിൽ രക്ഷപ്പെടുന്നു. അങ്ങനെയാണ് കൊയിലാണ്ടിയിൽ എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും നേവിയുടെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് സ്കാൻ. ഓക്കെ, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു രാഹുൽ സുരേഷ്. ഇർഷാദിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അതേപോലെ SKN ഇന്നലെ നമ്മുടെ ചാനൽ ചർച്ചയിൽ BJP നേതാവ് വന്ന് പറഞ്ഞ വർഗീയ പരാമർശം ഫേസ്ബുക്കിൽ 24 പേജിൽ പോസ്റ്റ് ഇട്ടത് കണ്ടു. അവരുദ്ദേശിക്കുന്ന പബ്ലിസിറ്റി തന്നെയാണ്, അതിന് നമ്മൾ അവസരം ഉണ്ടാക്കണം. തീർച്ചയായിട്ടും ഇർഷാദ് പറഞ്ഞ ഈ കാര്യം നമ്മൾ പരിശോധിക്കാം. നമ്മുടെ ഡിജിറ്റൽ ഡിവിഷൻ ഈ കാര്യം പരിശോധിക്കും. അതിൽ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അത് ആ പോസ്റ്റ് നമ്മൾ പിൻവലിക്കുക തന്നെ ചെയ്യും. മലപ്പുറം തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തി ഒന്ന് ഡോക്ടറെ കാണണമെങ്കിൽ അത്ര പെട്ടെന്നൊന്നും നടന്നു പോകില്ല. കടമ്പകൾ ഒരുപാടുണ്ട്. OP ടിക്കറ്റ് ലഭിക്കണമെങ്കിൽ മണിക്കൂറുകളോളം വരി നിൽക്കണം. വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. തീരദേശ മേഖലയിലുള്ള പാവപ്പെട്ട രോഗികൾ ധാരാളമായി വരുന്നത് ഈ തിരൂർ ജില്ലാ ആശുപത്രിയിലേക്കാണ്. ആയിരക്കണക്കിന് രോഗികൾ ദിനം പ്രതി എത്തുന്നു. മീറ്ററുകളോളം നീളുന്ന വരി. OP ടിക്കറ്റ് ലഭിക്കാൻ രോഗികൾ വലയുന്നു. കഴിഞ്ഞ ദിവസം ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ആകെ നൽകിയത് 40 OP ടിക്കറ്റുകൾ മാത്രം. തിരൂർ ജില്ലാ ആശുപത്രിക്കകത്ത് ദിനം പ്രതി ആയിരക്കണക്കിന് രോഗികളാണ്. വൃദ്ധരും കുട്ടികളും ഗർഭിണികളും അടക്കം 19 വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർമാരുടെ സേവനം കിട്ടാൻ വേണ്ടി രാവിലെ 6 മണിക്ക് തന്നെ തിരൂരിൽ OP ടിക്കറ്റിന് വേണ്ടി നീണ്ട നിരയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അത്യുഷ്ണാണ്. മണിക്കൂറുകൾ 3 മണിക്കൂറോളം ക്യൂ നിന്നിട്ട് വേണം OP ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിലേക്ക് സാധാരണക്കാരായ
ഈ നിർധനരായ രോഗികൾക്ക് ആ കൗണ്ടറിൻ്റെ മുന്നിലെത്താൻ. ഈ കൗണ്ടറിൻ്റെ മുന്നിൽ യാതൊരു തരത്തിലുള്ള ക്രമീകരണം ഉണ്ടാക്കാൻ നിലവിലെ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിക്കോ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കോ സാധിക്കുന്നില്ല. നീണ്ട വരി കാരണം രോഗികളുമായി ആശുപത്രിയിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് വരാനും പോകാനും പ്രയാസം നേരിടുന്നു. കാത്തിരിക്കാൻ കഴിയാനാവാതെ രോഗികൾ OP ടിക്കറ്റ് ലഭിക്കാതെ മടങ്ങിപ്പോകുന്ന അവസ്ഥ. ഡെങ്കിപ്പനി അടക്കം ജില്ലയിൽ പടർന്നു പിടിക്കുമ്പോഴാണ് തിരൂർ ജില്ലാ ആശുപത്രിയോട് ഈ അവഗണന. പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്നത് അനീതിയാണ്. ഇതിൽ നടപടിയെടുക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണ്. ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയാൽ ഒരു പരിധിവരെ പരിഹാരമാകുമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. തിരൂരിൽ നിന്നും സമീർ ബിൻ കരീം, 24. പൊതുജനം കഴുതയല്ല സാർ. അസുഖങ്ങളുമായി വരുന്നവർ മണിക്കൂറുകളോളം വെയിലത്ത് നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. വലിയ കഷ്ടമാണെന്നാണ് പൊതുജനങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. കാണാം ജനങ്ങളുടെ പ്രത്യക്ഷമായ പ്രതികരണങ്ങൾ. OP ടിക്കറ്റ് കിട്ടുന്നതിനും അതുപോലെ തന്നെ രോഗികൾ പരിശോധന വേണ്ടി ക്യൂ നിൽക്കുന്നിടത്തും വലിയ രീതിയിലുള്ള നീണ്ട ക്യൂ ആണ് കാണുന്നത്. അതിൻ്റെ പ്രയാസങ്ങൾ അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പരിപാടികൾ നമ്മൾ നടപ്പിലാക്കിയിട്ടും അതിനെ ക്രമീകരിച്ച് കൊണ്ടുപോകാൻ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. രാവിലെ 7 മണിക്ക് വന്ന രോഗികൾ 11-12 മണി വരെ നിൽക്കേണ്ട ഒരു ദുരാവസ്ഥയിലാണ് നിൽക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ കൊണ്ടും പനിയും മറ്റ് രോഗങ്ങൾ കൊണ്ടും വരുന്ന ആളുകൾ ഈ തരത്തിൽ പ്രയാസപ്പെടുന്നത് കണ്ടിട്ട് പോലും ജില്ലാ ഭരണകൂടം ഇതിനകത്ത് എന്ത് തരത്തിലുള്ള ഒരു നടപടിയാണ് എടുത്തു പോകേണ്ടതിനെക്കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യബോധത്തിലേക്ക് എത്തുന്നില്ല എന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ പ്രയാസങ്ങളും സൃഷ്ടിക്കുന്നു. ഒരേ സമയം ഇവിടെ ഒരു ഡോക്ടറേ ഉള്ളൂ, കശാലിറ്റിയിൽ ഒരു ഡോക്ടറേ ഉള്ളൂ. ഒരുപാട് കാലത്തെ ജനങ്ങളെ ആവശ്യമാണ് ഇവിടെ ഒരു 2-3 ഡോക്ടറെങ്കിലും എമർജൻസിയിൽ വേണം എന്നുള്ളത്. ഒരു ഡോക്ടറേ ഉള്ളൂ. അപ്പോൾ ഒരേ കേസുകൾ ചിലപ്പോൾ അറ്റാക്ക് വന്നിട്ട് ബോധമില്ലാതെ ചിലപ്പോൾ ആളുകൾ എടുത്ത് കുഴഞ്ഞു വീണിട്ട്, ഇപ്പോൾ കുഴഞ്ഞു വീണ് മരണങ്ങൾ കൂടുതലാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ബെഡിൽ കൊണ്ടുവരുന്നുണ്ടാവും. അതുപോലെ ആക്സിഡൻ്റ് ആയിട്ട് 2-3 കേസുകൾ വന്നിട്ടുണ്ടാവും. ഇത് ഒരു നാണിന്മേൽ കളി പോലെ ഒരു ഡോക്ടർ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാഞ്ഞു വരുമ്പോഴത്തിന് ഈ ബോധം കെടുക്കുന്ന ആൾക്ക് ജീവൻ പോയിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ജനങ്ങളുടെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഈ നാട്ടുകാർ പറയുന്നത്. അധികാരികളുടെ അടിയന്തര ശ്രദ്ധ പതിഞ്ഞു കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. വസന്തകുമാരി പറയുന്നു, SK ഫ്ലവേഴ്സിൽ ഇപ്പോൾ കമ്പിളി പതപ്പ് മെഗാ ഇവൻറ്റ് പോവുകയാണ്. ഇപ്പോൾ 6 മണിക്ക് ആരംഭിച്ചു മെഗാ ഇവൻറ്റ് അവിടെ സംപ്രേഷണം തുടരുകയാണ്. മുകേഷാണ് കമ്പിളി പതപ്പുമായി എത്തിയിരിക്കുന്നത്, നിങ്ങൾക്ക് അറിയാം. അജിരാജ് ചോദിക്കുന്നു, 24 അല്ലെങ്കിൽ ഫ്ലവേഴ്സിൽ നമ്മൾ തമ്മിൽ പരിപാടി ആരംഭിച്ചാലോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരം ഒരു സംവാദം വീണ്ടും ആരംഭിക്കുന്നതിനെക്കുറിച്ച് ഞാനും ആലോചിക്കാതിരുന്നില്ല. പക്ഷേ അതിനൊരു പറ്റിയ സാഹചര്യവും സന്ദർഭവും വരുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ആലോചിക്കാം. കാരണം ഒരു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു സംവാദത്തിലേക്ക് കടക്കുന്നത് നല്ലതാണ് തോന്നുമെങ്കിലും ഒരു മനസ്സിൽ അങ്ങനെ തോന്നും, മറ്റു മനസ്സിൽ സംവാദത്തിൻ്റെ ഒരു വാല്യൂ നഷ്ടപ്പെട്ടൊരു കാലത്താണോ നമ്മൾ ജീവിക്കുന്നത് എന്ന സംശയം എൻ്റെ മനസ്സിലുണ്ടാകാറുണ്ട്. അതാണ് ഞാൻ അതിനകത്തൊരു മെല്ലെപ്പോക്ക് നയം അവലംബിക്കുന്നത്. എന്നാലും ഒരു ദിവസം ഇതൊക്കെ സംഭവിക്കുന്നതന്നെ വിശ്വസിക്കുക. ഇനി നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളെക്കുറിച്ച് പറയാം. വ്യാജൻ ഉത്തർപ്രദേശിൽ വോട്ട് ചെയ്യാനെത്തിയ മുസ്ലിം സ്ത്രീകളെ പോലീസ് തടഞ്ഞു എന്ന തരത്തിൽ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തെ ഉത്തരേന്ത്യയിലെ സ്ഥിതി ഇതാണെന്നും പ്രചാരണമുണ്ട്. വാസ്തവം എന്താണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇത് വ്യാജമാണോ അല്ലയോ എന്നാണ് പരിശോധന. വോട്ട് ചെയ്യാനെത്തിയ മുസ്ലിം യുവതികളെ ഉത്തർപ്രദേശ് പോലീസ് തടയുന്നു എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത്. ഏതാനും പോലീസുകാർ ചേർന്ന് ശിരോവസ്ത്രം ധരിച്ച 2 സ്ത്രീകളെ ഗേറ്റിന് പുറത്താക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ചാണ് പ്രചാരണം. 24 ഫാക്ട് ചെക്ക് വിഭാഗം നടത്തിയ പരിശോധനയിൽ സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്നത് വ്യാജ പ്രചാരണമാണെന്ന് കണ്ടെത്തി. റിവേഴ്സ് ഇമേജ് സെർച്ച് വഴി നടത്തിയ പരിശോധനയിൽ ഇതേ ദൃശ്യങ്ങൾ 2022 ഫെബ്രുവരിയിൽ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കണ്ടെത്തി. കഴിഞ്ഞ UP നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കള്ളവോട്ട് ചെയ്യാനെത്തിയ 6 പേരെ റാംപൂർ പോലീസ് അറസ്റ്റ് ചെയ്തുവെന്നും ഇതിൽ 4 പേർ സ്ത്രീകളാണെന്നും വാർത്തയിലുണ്ട്. മുസ്ലിം സ്ത്രീകളെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് പോലീസ് വിലക്കുന്നുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും സംഭവം UP നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കള്ളവോട്ട് ചെയ്യാനെത്തിയവരെ തടയുന്നതാണെന്നും പരിശോധനയിൽ വ്യക്തമായി. ഫാക്ട് ചെക്ക് ഡെസ്ക് 24.
ഇപ്പോൾ ആറാട്ടുപുഴയിൽ നിന്ന് മനീഷ് മഹിവാൽ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ചില സ്ഥലങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമായി തീരദേശ റോഡിലേക്ക് കടൽ വെള്ളം കയറുന്നു എന്ന റിപ്പോർട്ട് വരുന്നു. തീരദേശ റോഡും കടൽ തമ്മിൽ ചുവടുകളുടെ അകലം മാത്രമാണ് ഇവിടെയുള്ളത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച കടൽഭിത്തി ഭാഗികമായി മണ്ണിനടിയിലായി. തൃക്കുന്നപ്പുഴ ഭാഗത്ത് 6 കുടുംബങ്ങളെ റവന്യൂ അധികൃതർ ഇന്നലെ മാറ്റി പാർപ്പിച്ചതാണ്. ഇപ്പോൾ കടൽവെള്ളം റോഡിലേക്ക് കയറുന്നു എന്ന രീതിയിലുള്ള വാർത്ത വരുന്നു. അല്പനിമിഷങ്ങൾക്കകം കുറച്ച് സമയം കഴിയുമ്പോൾ മനീഷ് മഹിവാൽ നമുക്കൊപ്പം ടെലിഫോണിലുണ്ടാകും. നമ്മൾ മനീഷ് മഹിവാലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചി നഗരസഭയിലെ താമരക്കുളം ചിൽഡ്രൻസ് പാർക്ക് കാട് കയറി നശിക്കുന്നു. സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണെന്ന പരാതിയിൽ അധികൃതർ പാർക്ക് അടച്ചുപൂട്ടി. തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടും ഇപ്പോഴും ഈ ശോചനീയാവസ്ഥ തുടരുന്നുവെന്നാണ് കൊച്ചി ബ്യൂറോയുടെ റിപ്പോർട്ട്. ഫോർട്ട് കൊച്ചിയിലെ ഈ ചിൽഡ്രൻസ് പാർക്ക് താഴിട്ട് പൂട്ടിയപ്പോൾ പൂട്ട് വീണത് ഇവിടെ കളിച്ചുല്ലസിച്ചിരുന്ന കുട്ടികളുടെ മനസ്സുകളിൽ. പാർക്കിൻ്റെ അകം കാട് കയറി. മുറിച്ചു മാറ്റിയ ശിഖരങ്ങൾ അവിടെ തന്നെ. നടവഴികൾ ഇലമൂടിയ അവസ്ഥയിൽ. വിളക്ക് തൂണുകളിൽ ബൾബുകൾ ശരിയാക്കിയെങ്കിലും കത്തുന്നില്ല. കളിക്കോപ്പുകൾ തകർന്നിരിക്കുന്നു. അവധിക്കാലത്ത് കുഞ്ഞുങ്ങൾ ആർത്തുല്ലസിക്കേണ്ട സ്ഥലം ഇപ്പോൾ മാറാലകളാലും കരിയിലകളാലും ചുറ്റപ്പെട്ട് കിടക്കുന്നു. സാമൂഹ്യവിരുദ്ധരുടെ ശല്യം മൂലം നാട്ടുകാരിൽ ചിലരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമാണ് അടച്ചുപൂട്ടലിലേക്ക് നയിച്ചത്. കാലങ്ങളായി പരാതി ഉയർന്നിട്ടും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായില്ല. മനോഹരമായ സ്ഥലം നശിപ്പിച്ച് കളയാതെ മികച്ച സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തി പാർക്ക് സംരക്ഷിക്കപ്പെടണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുറേ നാളുകളായിട്ട് ഇത് നവീകരിക്കാതെ ഇട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഫോർട്ട് കൊച്ചിയുടെ ഹൃദയഭാഗത്തുള്ള കുട്ടികളുടെ ഒരു പാർക്കാണ് ഈ പാർക്ക്. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം കൗൺസിലർ മാറിയെങ്കിലും വീണ്ടും ഇതിൻ്റെ അവസ്ഥ പഴയ അവസ്ഥ തന്നെയാണ്. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ നടപടി സ്വീകരിക്കാൻ സാധിക്കുമെന്നും കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത് വ്യക്തമാക്കി. നമ്മൾ CSML പദ്ധതിയുടെ ഓപ്പൺ സ്പേസ് നവീകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അതിന് തുക വകയിരുത്തി. അപ്പോൾ ആ പ്രോജക്റ്റ് ഇപ്പോൾ അപ്രൂവൽ ആയിട്ടുണ്ട്, സൈറ്റ് ഹാൻഡ് ഓവർ ആയിട്ടുണ്ട്. അതിൽ നമ്മളൊരു ടോട്ടൽ റിനോവേഷൻ ആണ് ഇപ്പോൾ CSML ചെയ്യാൻ പോകുന്നത്. പാർക്കിനകത്തെ നടപ്പാത വൃത്തിയാക്കി മരക്കഷ്ണങ്ങൾ നീക്കം ചെയ്ത പാർക്ക് കളിക്കാനായി കുട്ടികൾക്ക് എത്രയും വേഗം തുറന്നു കൊടുക്കണമെന്നാണ് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന അഭ്യർത്ഥന. കുട്ടികളുടെ മാനസികോല്ലാസത്തിന് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോഴും ഉള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കപ്പെടാത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നൂലാമാലകളും പരിഹരിച്ച് ഉടനടി വീണ്ടെടുക്കാൻ കഴിയുമെന്ന വിശ്വാസം ഇപ്പോഴും ഇവിടെയുള്ള ജനങ്ങൾക്കുണ്ട്. ക്യാമറാമാൻ അനന്തു ബി നായർക്കൊപ്പം YS അഭിനന്ദ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഒരുപറ്റം സാമൂഹ്യ വിരുദ്ധരെ പേടിച്ച് ഇത്രയും പണം ചെലവാക്കി നിർമ്മിച്ചൊരു പാർക്ക് അടച്ചിടണോ എന്നാണ് നാട്ടുകാരും സഞ്ചാരികളും ഒക്കെ ചോദിക്കുന്നത്. കാണാം അവരുടെ പ്രതികരണങ്ങൾ. ഇപ്പോൾ ഈ ഭരണങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കണമെങ്കിലും ഇവിടത്തൊക്കെ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഇതുവരെയും ചെയ്തിട്ടില്ല. ആദ്യമേ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു, നോക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ രാത്രിയായിട്ട് ഇതിനെക്കുറിച്ച് നോക്കാനോ പിടിക്കാനോ ആരും അതിന് മുൻഗണന എടുക്കുന്നുമില്ല, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇത് തുറക്കുവാണെങ്കിൽ എല്ലാവർക്കും വൈകുന്നേരം വന്നിരിക്കാനും തണലുള്ള സ്ഥലമല്ലേ. പിള്ളേർക്കാണെങ്കിലും വന്നിരിക്കാനും ആർക്കാണെങ്കിലും കുറച്ച് നേരം ചില്ല് ചെയ്യാനൊക്കെ പറ്റും. പകൽ സമയങ്ങൾ പോലും ഇവിടെ ആൾക്കാർ മദ്യപിക്കാറുണ്ട് ഇവിടെ. പിന്നെ ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡാണ്, ഒരു പരിധിവരെ ഞങ്ങളതിൽ വിലക്കാറുമുണ്ട് ഈ ഒരു കാര്യത്തിൽ. മുമ്പ് വൈകിട്ട് ഫാമിലിയൊക്കെ വന്നിരിക്കുന്ന സ്ഥലമായിരുന്നു. നല്ലപോലെ തെളിയിച്ചെടുത്താൽ ഒരു ഫാമിലി വരുമെന്നാണ് തോന്നുന്നത്. ഇത് തന്നെ, ഇതൊന്ന് ക്ലിയർ ചെയ്ത് ഇതേപോലെ തന്നെ നോക്കാൻ ഒരാളെ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ നിറയെ ആൾക്കാരും വരും. അതൊക്കെയാണ് വേണ്ടതല്ല, ഇങ്ങനെ കാട് പിടിച്ച് കിടന്നിട്ട് കാര്യമൊന്നുമില്ല. കുറച്ച് നാളായിട്ട് ഈ പാർക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇത് വൃത്തിയാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നല്ലതാണ്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പൊതുജനം കഴുതയല്ല സർ എന്ന പരിപാടി തുടരുകയാണ്. ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിൽ കടലാക്രമണത്തിൻ്റെ വാർത്ത. തീരദേശ റോഡിലേക്ക് കടൽവെള്ളം കയറുകയാണ്. ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കടൽ ഭിത്തി ഭാഗികമായി മണ്ണിനടിയിലായി എന്ന വിവരങ്ങൾ. മനീഷ് മഹിവാൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. മനീഷ്, എന്താണ് ആറാട്ടുപുഴയിൽ നടക്കുന്നത് ഇപ്പോൾ? ഈ തോട്ടപ്പള്ളി മുതൽ ആറാട്ടുപുഴ വരെയുള്ള ഭാഗമാണ്. അത് ആറാട്ടുപുഴ പഞ്ചായത്ത്, തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ തീരദേശവാസികൾ പീടിയിലാണ്. അവിടെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പലയിടങ്ങളിലും കടൽക്ഷോഭമുണ്ട്. തീരദേശ റോഡിലേക്ക് കടൽ വെള്ളം ശക്തമായി അടിച്ചു കയറുന്നുണ്ട്. ആറാട്ടുപുഴ MES ജംഗ്ഷൻ, തൃക്കുന്നപ്പുഴ ഗസ്റ്റ് ഹൗസ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് തോട്ടപ്പള്ളി വലിയഴിക്കൽ തീരദേശ റോഡിൽ അവിടെ. ഓക്കെ,
മനീഷ് മഹിവാൽ ആണ് ആറാട്ടുപുഴയിൽ നമുക്കൊപ്പം ചേർന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കൊല്ലം ഇരവിപുരം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം നിലച്ചതോടെ നാട്ടുകാർ ദുരിതക്കയത്തിലായി. പാല നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഇരവിപുരം പള്ളിമുക്ക് റോഡ് അടച്ചതോടെ കിലോമീറ്ററുകൾ ചുറ്റി യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് ഈ പ്രദേശത്തെ വാസികൾ. ദുരിതം തുടരുമ്പോഴും മേൽപ്പാല നിർമ്മാണം എന്ന് പൂർത്തിയാകുമെന്ന കാര്യത്തിൽ അധികൃതർക്ക് ഒരു മറുപടിയും പറയാൻ കഴിയുന്നില്ല. കൊല്ലം ഇരവിപുരത്താണ്. റെയിൽവേ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഒരു നാടിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തന്നെയാണ് ഈ റെയിൽവേ ഗേറ്റിന് പിന്നിൽ ഇങ്ങനെ തളച്ചിട്ടിരിക്കുന്നത്. ഇതിനാരാണ് ഉത്തരവാദി? ജനം തന്നെ പരസ്പരം ചോദിക്കുകയാണ്. ഇരവിപുരം റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേ ട്രാക്കിന് കുറുകെയാണ് മേൽപ്പാല നിർമ്മാണം തുടങ്ങിയത്. തീവണ്ടികൾക്ക് വഴികൊടുത്ത വഴിയിൽ കാത്തു നിൽക്കാതെ വേഗത്തിൽ പോകാമെന്ന സന്തോഷമായിരുന്നു നാട്ടുകാർക്കും. നടന്നതോ അതിന് വിരുദ്ധമായതും. 2017 സംസ്ഥാന സർക്കാർ റെയിൽവേ മേൽപ്പാലം പ്രഖ്യാപിച്ചത്. 2019 കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥലം ഏറ്റെടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. 2021 മുഖ്യമന്ത്രി പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ പാളത്തിന്റെ രണ്ടറ്റത്തും ഉയരത്തിൽ ഇരുമ്പ് ബീമുകൾ സ്ഥാപിച്ച് പണി നിർത്തി. മേൽപ്പാലം നിർമ്മാണം ആരംഭിച്ചപ്പോൾ പൂട്ട് വീണതാണ് ഈ കടകൾക്ക്. തുറന്നിരിക്കുന്നതിൽ കച്ചവടവുമില്ല. പിന്നെ ഓരോരുത്തരും വന്ന് നമ്മളായിട്ട് ഓരോന്നും ചോദിക്കുമ്പോൾ ഇത് കണക്ക് കിടക്കുകയല്ലേ. ആളുകൾ നമ്മളാണെങ്കിൽ ഇതുകൊണ്ട് ജീവിക്കുന്നത്. 10 ആളുകൾ വന്ന് സാധനങ്ങൾ മേടിക്കണ്ടേ, കായ് മുടക്കിയിരുന്ന അതൊന്നും നടക്കുന്നില്ല. ചെയ്യാനൊക്കെ മേൽപ്പാലം വ്യാപാര മേഖലയും തകർത്തു. റെയിൽവേ ട്രാക്കിന് കുറുകെയുള്ള ചെറിയ ഭാഗത്തെ പണികൾ പൂർത്തിയാക്കേണ്ടത് റെയിൽവേയാണ്. ഇതിനുവേണ്ടി പൈലിംഗ് ജോലികൾ ചെയ്തതല്ലാതെ പിന്നൊന്നും നടന്നില്ല. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം കൂടുതൽ സുഗമമാക്കാൻ വേണ്ടിയാണ് പാലങ്ങളും മേൽപ്പാലങ്ങളും സാധാരണഗതിയിൽ നിർമ്മിക്കുന്നത്. പക്ഷേ കൊല്ലത്ത് നിർമ്മിച്ച ഈ റെയിൽവേ മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാകാതായിട്ട് 7 വർഷം പിന്നിടുകയാണ്. ജനത്തിന് സമ്മാനിച്ചത് വലിയ ദുരിതവും. രാഷ്ട്രീയ തരത്തിലുള്ള അതിപ്രസരങ്ങളും പിടിവലികളും രാഷ്ട്രീയ മത്സരങ്ങളുമെല്ലാം ഈ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. സംസ്ഥാന ബഡ്ജറ്റുകളിൽ പലതവണ തുക വകയിരുത്തിയെങ്കിലും സഫലമാകാതെ പദ്ധതി ഇങ്ങനെ ഇഴയുകയാണ്. രാഷ്ട്രീയ വടമല്ലികൾ കാരണം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നിലച്ചെങ്കിലും ട്രെയിൻ ഗതാഗതം സുഗമമായി തന്നെ നടക്കുന്നുണ്ട്. ഈ നാട്ടുകാരാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തിലെ ഈ മെല്ലപ്പോക്കിൽ ദുരിതമനുഭവിക്കുന്നത്. അടിയന്തരമായ പരിഹാരമാണ് ഈ വിഷയത്തിലും ഉണ്ടാകേണ്ടത്. അധികാരികൾ കണ്ണു തുറന്നേ മതിയാവും. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും കിലോമീറ്ററുകൾ അധികം സഞ്ചരിക്കേണ്ട അവസ്ഥയാണെന്നും കടകളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കുമൊന്നും ജനങ്ങൾക്ക് വരാൻ കഴിയുന്നില്ല എന്നുമാണ് നാട്ടുകാരുടെ പരാതി. കാണാൻ നാട്ടുകാരുടെ ചില പ്രതികരണങ്ങൾ. വർഷം 4 ഞങ്ങളെല്ലാം ജീവിതം തൊലച്ച് കടകളും പ്രസ്ഥാനങ്ങളും മൊത്തം നശിപ്പിച്ച് ഈ കടയിൽ തന്നെ 4-5 ജോലിക്കാരുള്ളൊരു കടയായിരുന്നു. ജോലിക്കാരുടെ ജോലിയും പോയി. അതായത് ശരിയാക്കി തന്നിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കി തരുമോ? ഇതൊന്നും ചെയ്യത്തില്ല. വൃത്തിയാളെന്ന് കേൾക്കുന്നു, ഉടനെ ശരിയാവും എന്നാണ് പറയുന്നത്. ദുരിതമാണ്. ദുരിതമല്ലാതെ പണി പാലം റെഡിയായെങ്കിലല്ലേ ദുരിതം മാറുള്ളൂ. ബുദ്ധിമുട്ടേ ഉള്ളു. ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടല്ലേ. ഈ ഏരിയയിൽ പുത്തൻ ചന്തയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി അങ്ങോട്ട് പോകത്തില്ല. പറഞ്ഞ പോയാൽ അങ്ങോട്ട് പോകത്തില്ല. എല്ലായിടവും അടച്ചിട്ടിരിക്കുക. നേരെ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാം കറങ്ങി തിരിഞ്ഞൊക്കെയാണ് പോകേണ്ടത്. പാലം ഉണ്ടെങ്കിൽ ത്രൂ ആയിട്ട് ഡയറക്റ്റ് കയറി പോവാം. പാലം ഇത്രയും പെട്ടെന്ന് ശരിയാവണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം. തൊട്ടടുത്ത് കിടക്കുന്നവർക്ക് തന്നെ എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ 2.5 കിലോമീറ്റർ വീതം കറങ്ങേണ്ടി വരും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ 2.5 കിലോമീറ്റർ കറങ്ങേണ്ടി വരും. പിന്നെ കച്ചവടങ്ങൾ, ആൾക്കാർ പോവാതെ കച്ചവടങ്ങളും കാര്യങ്ങളും നടക്കത്തില്ലല്ലോ. ഒരു പെട്ടെന്നൊരു നമുക്കൊരു ആക്സിഡൻറ്റോ ഒരു എമർജൻസി ഒരു ഹോസ്പിറ്റൽ കേസ് എന്ന് വന്നു കഴിഞ്ഞാലും കൊണ്ടുപോകാൻ വളരെ പാടാണ്. ഇതിലെ നമ്മൾ കറങ്ങി വരുമ്പോൾ അവിടുത്തെ റെയിൽവേ ഗേറ്റ് മണിക്കൂറുകളോളം അടഞ്ഞു കിടക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 7 വർഷമായി. ഇപ്പോൾ AV ജയശങ്കർ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത കേസിൽ കർണാടക സ്വദേശി പിടിയിലായത് ദക്ഷിണ കന്നഡ പുത്തൂർ ഉപ്പനങ്ങാടി സ്വദേശി നിതിൻ P. ജോയിയാണ്. ദുബായിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഡൽഹി വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ച പ്രതിയെ കാട്ടാക്കട പോലീസിന് കൈമാറുകയായിരുന്നു.
UK ജോലി വാഗ്ദാനം ചെയ്ത 10 ലക്ഷത്തിലധികം രൂപയാണ് ഈ പ്രതി തട്ടിയെടുത്തിരിക്കുന്നത്. ബിന്ദു വർഗീസ് പറയുന്നു, ജൂണിന് 4-നല്ലേ റിസൾട്ട് അറിയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ SKN. അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്നത് ജൂൺ 3-നും. അപ്പോൾ ഈ ഇലക്ഷനൊക്കെ വോട്ടൊക്കെ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലമൊക്കെ വന്നിട്ട് തുറന്നാൽ പോരെ സ്കൂൾ തുറക്കുന്നതും തെരഞ്ഞെടുപ്പുമായിട്ട് നമ്മൾ കൂട്ടിക്കലത്തണ്ട. ജൂൺ 4-ന് നമ്മൾ പൊളിക്കും. 24-നൊപ്പം തന്നെ തുടരുക. 4-ാം തീയതി ഈ തെരഞ്ഞെടുപ്പ് ഫലം അതിൻ്റെ എല്ലാ വീര്യത്തിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എല്ലാവിധമായ ഒരുക്കങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മുന്നേ ഒരുക്കുന്നു. കാര്യം നമ്മൾ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റായിട്ട് പ്രേക്ഷകർ ആത്മാർത്ഥമായി കാണുന്നു എന്ന് എനിക്കറിയാം. പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ പ്രതികരണ വേദി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടക്കുകയാണ്. ഇപ്പോൾ രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന കൊടുവള്ളി SIക്ക് നേരെ മദ്യപ സംഘത്തിൻ്റെ ആക്രമണം ഉണ്ടായി. കൊടുവള്ളി നെടുമല പാർക്കിന് സമീപം ഇന്ന് വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. മദ്യപാനം തടഞ്ഞപ്പോൾ ഗ്ലാസ് പൊട്ടിച്ച് വീശി എന്ന് പ്രിൻസിപ്പൽ SI GO സദാനന്ദൻ 24-നോട് പറഞ്ഞു. SIയുടെ കൈക്ക് പരിക്കേറ്റു. 5-അംഗ സംഘം കാറിൽ കയറി രക്ഷപ്പെട്ടുവെന്നും വാർത്തയിൽ പറയുന്നു. വേനൽ കടുത്തതോടെ പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമം ഇപ്പോൾ രൂക്ഷമാണ്. പരാതി ഉയർന്നിട്ടും പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം. തിരുവനന്തപുരം പെരിങ്ങമല പഞ്ചായത്തിൽ ജലജീവൻ പദ്ധതി നിശ്ചലമായിട്ട് ഒരുപാട് കാലമായി. അടിയന്തരമായി പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരത്തിനിറങ്ങുമെന്നാണ് പഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും തീരുമാനം. ഈ കടുത്ത വേനലിലും ഈ പൈപ്പിങ്ങനെ തുറന്നാൽ ആകെ വരുന്നത് കാറ്റു മാത്രമാണ്. പറയേണ്ടവരോടെല്ലാം പരാതി പറഞ്ഞു മടുത്തു. പക്ഷേ ഒരു പ്രയോജനവുമില്ല. പെരിങ്ങമലയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് പ്രഖ്യാപിച്ച 123 കോടി രൂപ ചിലവഴിച്ച് കേന്ദ്ര സർക്കാരിന്റെ ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച സമഗ്ര കുടിവെള്ള പദ്ധതി നിശ്ചലമായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. പനങ്ങോട് ആയിരവല്ലി ക്ഷേത്രത്തിനു സമീപം ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിന്നു. ഇവിടെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് 1.25 ഏക്കർ സ്ഥലം വാട്ടർ അതോറിറ്റിക്ക് വാങ്ങി നൽകി. ഇതിൽ 70 സെന്റ് സ്ഥലം ട്രീറ്റ്മെന്റ് പ്ലാന്റിനും 30 സെന്റ് സ്ഥലം ടാങ്ക് നിർമ്മിക്കാനുമാണ് നൽകിയത്. പക്ഷേ പണി നീങ്ങിയില്ല. നിർമ്മാണം പാതി വഴിയിൽ. സെന്റ് സ്ഥലം കിണറിനും പമ്പിംഗ് സ്റ്റേഷൻ നിർമ്മാണത്തിനായും പഞ്ചായത്ത് കണ്ടെത്തി നൽകി. ഇവിടെ ഒരു ഷെഡ് ഉണ്ടാക്കി വൈദ്യുത കണക്ഷൻ എടുക്കുക മാത്രമാണ് വാട്ടർ അതോറിറ്റി ചെയ്തത്. ഇതിനു പുറമെ പഞ്ചായത്ത് റോഡുകളിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് 8 കോടി രൂപയും അനുവദിച്ചു. പേരിന് വീടുകളിൽ പൈപ്പ് കണക്ഷൻ നൽകി. പക്ഷേ വെള്ളം മാത്രം എത്തിയില്ല. പണി നടന്നു വരുന്നു. പക്ഷേ ഇപ്പോൾ തീരെ ഇഴഞ്ഞുള്ള രീതിയിലാണ് പോക്ക്. നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് പേര് വെള്ളം കിട്ടാതെ വലയുന്നുണ്ട്. രാവിലെ ആയാൽ നമുക്കൊക്കെ ജനപ്രതിനിധികളായ നമുക്കൊക്കെ ഫോൺ എടുക്കാനേ നേരമുള്ളൂ. ഇപ്പോൾ നല്ല വരൾച്ചയാണ് പ്രതിസന്ധി. പിന്നെ നമുക്ക് ഈ പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത് ഒരുപാട് ആറുകളും കാട്ടരുവികളും കുളങ്ങളും എല്ലാം ഉള്ള പഞ്ചായത്താണെങ്കിൽ പോലും ഇപ്പം ഈ വർഷം വളരെയേറെ വരൾച്ച നേരിടുന്നതാണ്. അപ്പോൾ പൈസ ഉള്ളവരൊക്കെ പൈസ കൊടുത്ത് ടാങ്കുകൾ വെള്ളം വാങ്ങും. പക്ഷേ തീരെ പാവപ്പെട്ട ഈ കുന്നുംപുറത്തൊക്കെ താമസിക്കുന്നവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിന് ഇറങ്ങുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത. പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളെല്ലാവരും സമരം മുഖത്തേക്ക് വരുമെന്നാണ് നമ്മളെ വിളിച്ച് പറയുന്നത്. അങ്ങനൊരു സമരത്തിലേക്ക് ഇത് പണി പെട്ടെന്ന് പൂർത്തിയാക്കി എല്ലാവർക്കും വെള്ളം ലഭിച്ചില്ലെങ്കിൽ അങ്ങനൊരു സമരത്തിലേക്ക് കടക്കാനാണ്. വേനൽ കത്തിക്കയറുമ്പോൾ മലയോര മേഖലയിലെ പെരിങ്ങമല പഞ്ചായത്തിലെ ജനങ്ങൾ കടുത്ത കുടിവെള്ള പ്രതിസന്ധിയിലാണ്. ഒരു തുള്ളി വെള്ളം വരാത്ത പൈപ്പുകളിൽ നോക്കിയിരിക്കേണ്ട അവസ്ഥ. അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ തടസ്സമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ അനൗദ്യോഗിക വിശദീകരണം. ഇത് കേവലം പെരിങ്ങമലയിലെ മാത്രം പ്രശ്നമല്ല. സംസ്ഥാനത്താകെ സമാനമായ പ്രശ്നങ്ങളുണ്ട്. വേനൽക്കാലമാണ്. കുടിവെള്ളം എന്നത് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യവും. ഈ മനുഷ്യരെ ആരും കാണാതെ പോകരുത്. AV ജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പെരിങ്ങമലയിലെ കുടിവെള്ളക്ഷാമം എത്രയും വേഗം പരിഹരിക്കട്ടെ. കാരണം ഈ കടുത്ത വേനലിൽ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളക്ഷാമം തന്നെയായിരിക്കും. അത് ഓരോ സ്ഥലത്തും സാധാരണക്കാർ പണം കൊടുത്ത് ഈ കുടിവെള്ളം വാങ്ങാൻ കഴിയാത്ത ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് പരിഹരിക്കാൻ നമ്മുടെ അധികാരികൾക്ക് കഴിയട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ.